ബോസ് മലയാളം സീസൺ 7-ൽ ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യമാണ്. അതായത് നമ്മുടെ ജിസയിൽ കരഞ്ഞ് മെഴുകുകയാണ്, ചങ്ക് പൊട്ടിക്കരയുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത്തവണ ജയിൽ നോമിനേഷനിൽ നമ്മുടെ ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് ജിസേലിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണ്. അതായത് അക്ബർ ആവട്ടെ, റെന ഫാത്തിമ ആവട്ടെ, ഇവരൊക്കെ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ജിസേൽ ഈ നോമിനേഷൻ കേട്ടതിന് ശേഷം ജിസേലും ലക്ഷ്മിയുമാണ് ജയിലിൽ പോകേണ്ടത് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ജിസേൽ പെട്ടെന്ന് വാഷ്റൂം ഏരിയയിലേക്ക് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. പിറകെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജിസേലിൻ്റെ പാവാടയെ കഴുകുന്ന ആര്യനും പിറകെ പോകുന്നുണ്ട്. അങ്ങനെ ആര്യൻ ചെന്ന് സമാധാനിപ്പിച്ച് പുറത്തിറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അക്ബർ കടന്നു വരുന്നുണ്ട്. ഉടനെ ജിസേൽ അക്ബറിനെ നോക്കി പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്തിനാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് എന്നാണ് ജിസേൽ അക്ബറിനോട് ചോദിക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ കയ്യിൽ ഇത്രയും സ്റ്റിച്ച് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ? മറ്റാരെങ്കിലും ആണെങ്കിൽ ഇവിടെ നിൽക്കുമായിരുന്നു. എപ്പോഴേ ആശുപത്രി പോയിനെ. ഞാൻ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ സ്റ്റിച്ച് വെച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള എന്നെ ജോലി ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ നോമിനേറ്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിസേൽ ഭയങ്കരമായിട്ട് അക്ബറിനെ ഫയർ ചെയ്യുകയാണ്. അപ്പോൾ അക്ബർ എല്ലാം കേട്ടിരിക്കുന്ന ഒരു മൈൻഡ് ഗെയിമർ എന്നൊക്കെ പറയുന്ന ഭയങ്കര കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുന്ന അക്ബർ ഇതെല്ലാം കേട്ടൊന്നും പറയാതിരിക്കുകയാണ്. അതിനുശേഷം ആര്യനും ജിസേലും കൂടി ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ശരിയായില്ല, കൂടെ നിന്ന് ചതിക്കുന്നതിന് തുല്യമാണിത്. ഞാൻ വയ്യാതെയാണ് ഇവിടെ നിൽക്കുന്നത്, എന്നിട്ട് ഞാൻ ജോലി ചെയ്തില്ലെന്ന് പറയാൻ എന്താണ് അവർക്ക് യോഗ്യത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിസേൽ ഭയങ്കരമായിട്ട് ട്രിഗർ ആവുകയാണ്. അതിനുശേഷം ആര്യൻ അക്ബറിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, നീ ഇത് ചെയ്ത് ശരിയായില്ല, ഒന്നുമല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ട് നീ എന്തിനാണ് ആദ്യം അവളുടെ പേര് പറഞ്ഞത്, അതിനുശേഷമാണ് നീ ലക്ഷ്മിയുടെ പേര് പറഞ്ഞത്. അതായത് ഇവിടെ ആദ്യം ഏറ്റവും ഉഴപ്പി നടക്കുന്നത് ജിസയിലാണ് എന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞത്. അതെന്തായാലും ശരിയായില്ല എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, എടാ അതെല്ലാം അവളെ നല്ലതിന് വേണ്ടിയാണ്. ഈ നോമിനേഷൻ വഴി അവൾ ജയിലിൽ പോയിട്ട് വരുമ്പോൾ അവൾ നല്ലൊരു ഗെയിമറായിട്ട് മാറും. അവളിപ്പം കുറച്ച് ഡൗൺ ആണ്, അവളിങ്ങനെ തളർന്നിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. ഞാൻ ഈ ചെയ്തതാണ് നല്ലത് എന്ന് ഭാവിയിൽ അവൾക്ക് മനസ്സിലാവും, അതിന് വേണ്ടിയാണ് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അക്ബർ ആരിനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറ ആ ഏരിയയിൽ നിന്ന് മാറ്റുന്നത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.